വെട്ടത്തൂർ ജംഗ്ഷൻ ഒരാളിങ്ങനെ നടന്നു വരികയാണ്, കവല ഭാഗത്തു നിന്ന് ഒരാളിങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ഈ വെട്ടത്തൂർ ജംഗ്ഷന് ഭാഗത്തു നിന്ന് നടന്നു വരുന്ന ആൾ കുറെ ദൂരത്ത് നിന്ന് ഇയാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഇയാളോട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇയാളെങ്ങനെ ചിരിക്കാതെ അങ്ങനെ പോയി. അവിടെ എന്തൊക്കെ ഊഹങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് നമ്മൾ ചിന്തിച്ചു. അവനെ കണ്ടിട്ട് മിണ്ടിയില്ല, മൈൻഡ് ചെയ്തില്ല. ഓനൊക്കെ വലിയ ആളാണ്, ചിലപ്പോൾ ഇയാളൊന്ന് ഗൾഫിലൊക്കെ പോയി വന്നതേക്കാരം. അപ്പോൾ ഓനൊക്കെ പുത്തൻ പണത്തിന്റെ കുഴപ്പമാണ്. നമ്മൾ വേഗത്തിന് ചില ഉത്തരങ്ങളാണത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു വ്യക്തിക്ക് പത്രത്തിന്റെ കാഴ്ച ഉണ്ടാവില്ല, അപ്പൊ ദൂരക്കാഴ്ച കുറവേക്കാരം. അപ്പൊ ഇയാൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഇയാൾ പോണത് ഏതോ ഒരു മരുന്ന് വാങ്ങാനായിരിക്കും വെട്ടത്തൂർ ജംഗ്ഷനിൽ പോയിട്ട്. അപ്പൊ ആ മരുന്ന് കൊടുത്ത് കിട്ടുമോ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഈ സാധു പോണത്. അപ്പൊ മറ്റയാളെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിൽ എടുത്തിട്ടുണ്ടാവില്ല. ഒരാൾക്ക് നമ്മളൊരു മെസ്സേജ് അയച്ചു, മെസ്സേജിന് മറ്റേ നീലട്ടിക്ക് വീണിട്ടുണ്ട്, പ്രതികരണം കിട്ടിയിട്ടില്ല. നമ്മളെന്തൊക്കെ പറയാം, ആളുകൾ എന്ത് ചെയ്യുന്ന നീണ്ട വോയിസുകളായിരിക്കും, 10, 20, 30 വോയിസ് ഉണ്ടാവും. അരമണിക്കൂർ കേട്ടാൽ തീരൂല. അത് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് അയക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയച്ചതിനെ കുറിച്ച് നല്ല പറയുന്നുണ്ടോ, അങ്ങനെ അയച്ചിട്ടുണ്ട് ആളുടെ പോലെ വിഷമിക്കണ്ട. പൊതുവേ ഉള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിയിൽ ആ ഒരു വിഷയത്തിന്റെ ഗൗരവമുള്ള 2 ടെക്സ്റ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കേട്ടോ. അപ്പൊ ഇത് കേൾക്കാതിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ തോന്നാ, എന്താ അയാളെ നമുക്ക് മറുപടി തരാത്ത അല്ലെ. ഏത് ഊഹം എന്നത് പൊതുവെ എന്നെയും നിങ്ങളെയും നമ്മളെയൊക്കെ പറയണ ഞാനൊന്നും ഇതിന്ന് മുക്തനല്ല, ആരും ഇതിന്ന് മുക്തനല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം വചനങ്ങളിൽ ഒരു വചനം തന്നെ ഈ വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ഒരാളും ഇതിന് മുക്തരല്ല ഊഹത്തിൽ നിന്ന്. ഞാനിവിടെ ഓതി വെച്ച ആയത്തതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദദ്ദന്നി ഇസ്മുൻ. നിങ്ങൾ ഊഹത്തെ വെടിയുക, ഊഹത്തിൽ പലതും കുറ്റകരമായ അവസ്ഥയിൽ എത്തിക്കുന്നതാണ്, കുറ്റകരമാണത്. നിങ്ങൾക്ക് ആ ഒരു ചിന്ത കൊണ്ട് മാത്രം നിങ്ങൾക്ക് കുറ്റം കെട്ടുന്ന കാര്യമാണ്. വലാ തജസ്സസു വലാ തഗ്തബു ബഅദ. നിങ്ങൾ പരസ്പരം ഒറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാകരുത്. എന്നിട്ട് ഇത് ഇത്തരം രീതികളെ കുറിച്ച് പറയാണ്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. നിങ്ങളെ സഹോദരന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ഒരാളെ പറ്റി ഊഹിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയണം, ഒരാളെ പറ്റി ഇങ്ങനെ വർത്താനം പറയണം, അയാൾക്ക് ഇഷ്ടമല്ലാത്തത്, അയാൾ കേട്ടാൽ അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയണതിനെ ഖുർആൻ ഉപമിക്കുന്നത് എന്തിനോടാണ്? അയാളെ ശരീരത്തിൽ നിന്ന് അയാളെ കയ്യുമെന്നും കാലുമെന്നും പള്ളമെന്നും ഒക്കെ പച്ചമാംസം അങ്ങനെ മുറിച്ചെടുത്തിട്ട് തിന്നുന്നതിന് തുല്യാണ്. ശരിക്കും ഇസ്ലാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു സാമൂഹിക സംവിധാനം ശരിയായി നിലനിർത്തി കൊണ്ടുപോകുന്നിടത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വല്ലാത്തൊരു ജീവിത പദ്ധതിയുണ്ട്. അത് സമഗ്രമാണ്. ഒരു വ്യക്തിയിൽ നടന്നു പോകുമ്പോൾ അയാളെ കുറിച്ച് ഞാൻ മോശമായി ചിന്തിക്കുന്നതിനെ പോലും ഇസ്ലാം മതം കൊണ്ട് നിയന്ത്രിക്കുകയാണ്, പരലോകം പറഞ്ഞ് നിയന്ത്രിക്കുകയാണ്, ഖബർ പറഞ്ഞ് നിയന്ത്രിക്കുകയാണ്. അയാളെ പറ്റി പറയണത് മാത്രമല്ല, ചിന്തിക്കണതിനെ പോലും നിയന്ത്രിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഏത് മതമുള്ളത്, ഏത് വേദഗ്രന്ഥമുള്ളത്, ഏത് ദർശനമാണുള്ളത്? വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടോൻ തന്നെയാടാ എന്നാണായി പറയാൻ, കരുത്തോടെ പറയാൻ നമുക്ക് ധൈര്യം നൽകുന്ന കാര്യമാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിനെ പ്രാമാണികമായി ആക്രമിക്കാൻ പലരും തയ്യാറല്ല. നമുക്ക് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയിൽ അവിടെ പിന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ JCB കൊണ്ട് പണിയെടുത്തപ്പോ ഒരു ഗുഹ കണ്ടു. ആ ഗുഹ കണ്ടപ്പോ അതിന് ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിൽപ്പെട്ട, മീഡിയകളിൽപ്പെട്ട, സാമൂഹ്യ മാധ്യമങ്ങളിൽപ്പെട്ട ചിലർക്ക് കൊടുത്ത ടൈറ്റിൽ എന്താ? ഹമാസ് മോഡൽ തുരങ്കം എന്നാണ്. ഹമാസ് മോഡൽ തുരങ്കം. ഒറ്റ വീടുമ്മേ മനുഷ്യന്മാരെ ചിന്ത എടുക്കുക എത്തിക്കണം. നമുക്കിത് മലപ്പുറം ജില്ലയിലിരുന്നും വെട്ടത്തൂരിരുന്നും കൊളപ്പുറമിരുന്നൊന്നും ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രതിസന്ധി മനസ്സിലാവില്ല. ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിലെ ഒരു വ്യക്തി ഇത് വായിക്കുമ്പോൾ ഓൾറെഡി നീണ്ട വർഷങ്ങൾ കൊണ്ട് മലപ്പുറം ജില്ലയെ കുറിച്ച് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമുണ്ട്. അതിന്റെ വേറെ ഒരു തരം സംഭവമാണ് യഥാർത്ഥത്തിൽ വരിക. അതുകൊണ്ട് ഓൽക്കിനി ഗ്യാസ് കിട്ടിയിട്ടില്ലെങ്കിലും, ഓൽക്കിനി പട്ടിണി കിടന്നാലും ഇന്ത്യയെ രക്ഷിക്കണം, അതുകൊണ്ട് ഇന്നോൽക്ക് വോട്ട് ചെയ്യണം എന്നുള്ളിടത്തായിരിക്കും പൊതുവെ ഉണ്ടാകുക. ഞങ്ങൾ എത്ര കുടുങ്ങിയാലും വേണ്ടില്ല, ഇന്ത്യനെ രക്ഷിക്കാൻ വരക്കെ തന്നെ ഉള്ളൂ എന്നുള്ളിടത്താണ് പൊതുവെ ഉണ്ടാകുക. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് ഊഹം എന്നത് വളരെ ഒരാളെ കുറിച്ചൊരു കാര്യം ചിന്തിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയോട് പ്രവാചകൻ കൊടുത്ത മറുപടി അതുണ്ട്. കാരണം മനുഷ്യന്റെ രക്തചംക്രമണ പ്രക്രിയയിൽ അവന്റെ രക്തക്കുഴലുകളിലൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളാണ് ശൈത്താൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും അവനെ ഓരോ നിമിഷവും വസ്വാസാക്കാനും പ്രശ്നമാക്കാനും വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കുന്നുണ്ട്. പിശാചുക്കൾ തമ്മിൽ കൂടിയാലോചിച്ച് തഫ്സീറുകളിൽ കാണാം, ഓരോ വ്യക്തിയെയും ഓരോ ദിവസം എങ്ങനെയാണ് സ്വീപ്പാക്കേണ്ടത്, എങ്ങനെയാണ് ബുദ്ധിമുട്ടാക്കേണ്ടത്, എന്തൊക്കെ ചതിയിലാണ് പെടുത്തേണ്ടത് എന്നുള്ള പദ്ധതിയായിട്ടാണ് വരുന്നതെന്നാണ്. ഓരോരുത്തരും കൂടെ കരീനുണ്ട് അല്ലെ. എന്റെ കരീനിനെ എനിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിക്കെതിരിൽ, നമ്മുടെ ഉമ്മാക്കെതിരിൽ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരിൽ വ്യാപകമായ പ്രചാരണം ഉണ്ടായി.
സംഭവം നമുക്കൊക്കെ അറിയാം. അവര് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരെ ആളുകൾ ഇങ്ങനെ ഒരു ഒട്ടകക്കട്ടിലിൽ ഏറ്റുകയാണ് സ്വഹാബത്ത്. എന്താ, അവരുടെ ഉമ്മയാണ്, പ്രവാചകന്റെ പത്നിയാണ്. ആ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ അവരെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. അത് സ്വയം സന്നദ്ധരായ ആളുകൾ അവർ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഒട്ടകക്കട്ടിലിൽ നിന്ന് യാത്രാവേളയിൽ വിശ്രമത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ അവരേതോ കുറച്ച് ദൂരത്തേക്ക് അപ്പുറത്തേക്ക് അവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോയിരുന്നു. അവരൊട്ടകക്കട്ടിലേക്ക് കയറിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് സ്വഹാബിമാര് ഇവരെ ഏറ്റിട്ട് പോന്നു. ഏറ്റുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. പുറത്തുപോയ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ വലിയത്താണ്. അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അത്രയും ഉന്നതമായ അവസ്ഥ ഉള്ളവരാണ്. പക്ഷെ ആരും അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ ലോക്കൽ ഔലിയാക്കൾ വരെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഉള്ളിലുള്ളതൊക്കെ കാണുമെന്ന് വിശ്വസിക്കപ്പെടുന്നിടത്ത് അങ്ങനെ ആടിപ്പാടി അത് ചൊല്ലി നടന്ന കാലത്ത് നിന്നും തിരിച്ചെത്തുമ്പോ ആത്മവിമർശനം വേണം നമുക്ക്. പ്രവാചകൻ പറഞ്ഞില്ല, ആയിഷ റളിയല്ലാഹു അൻഹ അതിലുണ്ടാകുമെന്ന് പ്രവാചകൻ വിചാരിച്ചു. മദീനത്തെത്തിയപ്പോ ഒട്ടകക്കട്ടിൽ നിന്ന് ആള് വരാത്തത് കണ്ടപ്പോഴാണ് പ്രവാചകനോട് പോയി കാര്യം പറയുന്നത്. തുറന്നു നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല. അപ്പൊ മുനാഫിഖീങ്ങൾ ഓരോ മിനിറ്റിലും പ്രവാചകന്റെ പദ്ധതികളെ ഇല്ലാതാക്കാനും തകർക്കാനും വേണ്ടി നടക്കുകയാണ്. നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ കാലത്ത് മാത്രമേ ഇസ്ലാം വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളൂ. പ്രവാചകന്റെ നേരെ പിന്നിലെ സ്വഫിൽ നിൽക്കണേ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂലിന്റെ നേതൃത്വത്തിൽ ഒരു അടക്കം പറച്ചിലും ഒരു സ്വകാര്യം പറച്ചിലും ഉണ്ടായി മദീന പള്ളിയിൽ. പിന്നെ കേട്ടത് എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ സൗബാന്റെ കൂടെ പോയി. നോക്ക് നിങ്ങൾ, വേറെ ഏത് കാര്യത്തെക്കാളും അത്രയും വേദനാജനകമായ ഒരു കാര്യമാണിത്. നമ്മൾ കല്യാണം കഴിച്ച പെണ്ണ് വേറൊരാളുമായിട്ട് ഇടപെട്ടു എന്ന് അങ്ങാടി വർത്തമാനം കേൾക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെയിരിക്കും നമ്മൾ ജീവിക്കുക? എങ്ങനെയിരിക്കും ജീവിക്കുക? ഈ വാർത്ത ആകെ പ്രചരിച്ചു. അപ്പോ അബൂ അയ്യൂബുൽ അൻസാരി വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, അലാ തസ്മഉ യഖൂലു നാസ് ഫി ആയിഷ, ആയിഷന്റെ കാര്യത്തിൽ ജനങ്ങൾ പറയണതൊക്കെ നിങ്ങൾ കേട്ടില്ലേ, അങ്ങാടി നിന്ന് കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ? ഖാലബല, അത് കേട്ടു. വദാലിക്കൽ കദിബ്, അത് കളവാണ്. അദ്ദേഹത്തിന് ചെറിയൊരു ചിന്തന്റെ ചെറിയൊരു സംശയം പോലും ഉണ്ടായില്ല, അത് കളവാണ്, ആയിഷ അങ്ങനെ ചെയ്യില്ല, അത് കളവാണ്. എന്നിട്ട് അദ്ദേഹം ഭാര്യക്ക് ഇതിൽ ചില സംശയമൊക്കെ കുടുങ്ങിയെന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോ ഭാര്യ ആ പറഞ്ഞതിൽ ഒരു 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 കൊണക്കടുണ്ട്, നമ്മളെ ഭാഷ പറഞ്ഞാൽ ഒരു കൊണക്കടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? അകുൻതി യ ഉമ്മ അയ്യൂബ ഫാഇലതൻ ദാലിക്. അയ്യൂബിന്റെ ഉമ്മ, അദ്ദേഹത്തിന്റെ മോന്റെ പേരാണ് അയ്യൂബ്. അയ്യൂബിന്റെ ഉമ്മ നിന്നോട് ചോദിക്കാണ്, നീ പോവോ എന്നെ വിട്ടിട്ട് വേറെ ആളെ കൂടെ? നീ എന്നെ വിട്ടിട്ട് വേറെ ആളെ കൂടെ പോവോ? ഖാലത് ലാ വല്ലാഹ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. മാ കുൻതു അഫ്അലു, ഞാനത് ചെയ്യുകയില്ല. അത് അദ്ദേഹം ഉത്തരം തരും. ആയിഷത്തു ഖൈറു മിൻകി, ആയിഷ നിന്നെക്കാളും നല്ല ആളാണ്. ഓർമ്മ വേണം. ഇവിടുന്ന് എന്തൊക്കെ കിട്ടിയാൽ മതി? ഈ പറഞ്ഞ സ്വഹാബി വനിതയും ആരാണ്? അള്ളാഹ് തൃപ്തിപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട അള്ളാഹുവിന്റെ വചനത്തിന്റെ ഉള്ളിൽപ്പെട്ട ആളാണ്. പക്ഷേ നാട് മുഴുവൻ വ്യാപകമായ ഒരു പ്രചാരണം നടത്തിയപ്പോ ആ പ്രചാരണത്തിൽ അവർ വീണുപോയി. അങ്ങനെ വീണുപോയാ എങ്ങനെയാണ് അതിനെ കൈകാര്യം കൂടിക്കൊടുക്കല്ല വേണ്ടി? ഒരാളെ പറ്റിയിട്ട് നല്ല രാത്രി അവിടെ നിന്നോ കണ്ടു എന്ന് കേട്ടല്ലോ എന്ന് പറയുമ്പോ കണ്ടു എന്നുള്ളത് ശരിയായിരിക്കും, ആൾക്കാർ പിടിച്ചിട്ടുണ്ടാകും, യൂട്യൂബിൽ വീഡിയോ ഉണ്ടാകും. വിശ്വാസി എന്താ ചെയ്യേണ്ടത്? വിശ്വാസി എന്താ ചെയ്യേണ്ടത്? ദുരന്തബാധിതനാണ് അവൻ, ദുരന്തബാധിതനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. എനിക്ക് ഈ ഗതിയൊന്നും പഠിച്ചു തന്നിട്ടില്ല. ഞാനും മനുഷ്യനാണ്, ഏത് നിമിഷവും ഇതിലേക്കൊക്കെ വീണുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ കുറിച്ച് വർത്താനം പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ലീഡറെ കുറിച്ചാണ്. അപ്പൊ പിന്നെ പാർട്ടിയുടെ പേരിൽ പഴയ ലിങ്കൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ചാവേറുകളാകുന്ന കേവല രാഷ്ട്രീയക്കാരന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. രാഷ്ട്രീയക്കാരന്റെ കൂലിത്തല്ലുകാരനായി തെരുവിൽ തല്ലി മരിക്കുന്നവന്റെ ഇടങ്ങളിൽ നമ്മൾ ഉണ്ടാകരുത്. എന്നാൽ ബുദ്ധിയുള്ള നിർമ്മാണാത്മകമായ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ നമ്മൾ ഉണ്ടാകണം. ഒരു സംശയവുമില്ല. നിർമ്മാണാത്മക രാഷ്ട്രീയത്തിന്റെ, നാടിനെ ശരിദിശയിൽ നയിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നമ്മൾ ഉണ്ടാകണം. അവിടെ വിയോജിപ്പുകൾ പറയേണ്ടിടത്ത് പുഞ്ചിരിച്ചുകൊണ്ട് വിയോജിപ്പ് പറഞ്ഞ് മാറി നിൽക്കേണ്ടിടത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ മുഅ്മിനാൻ അല്ലദീ യുഖാലിത്തുൻ നാസ്, ജനങ്ങൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്നവനാണ്. ആത്മീയതയുടെ പേരിൽ എല്ലാം ഒഴിവാക്കി പള്ളിമൂലയിൽ തസ്ബീഹ് മാലയിൽ ചുരുങ്ങുന്നവനല്ല. പിന്നെയോ അല്ലദീ യുഖാലിത്തുൻ നാസ്, ജനങ്ങൾക്കിടയിൽ ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അവിടെ കുറെ പ്രശ്നം ഉണ്ടാകും, മതവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ അവൻ ഇടപെടാൻ പാടുണ്ടോ? ഇല്ല. വയസ്ദുറ അലാ അദാഹു, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവൻ ശരിയായ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കും. അവിടെ അവനെ കാണൂല. കാണാൻ പറ്റാത്ത സ്ഥലത്ത് അത് ഓൽക്കറിയാം, അത് മൂപ്പര് ഉണ്ടാവില്ല, മൂപ്പരേം ഉണ്ടാവില്ല, അവർ ബാക്കിയിലൊക്കെ സജീവമായിരിക്കും, ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അബൂ അയ്യൂബ് അൻസാരി ഭാര്യയോട് പറഞ്ഞ ഉത്തരത്തിലൊക്കെ ഉണ്ട്. ഐഷനെ കുറിച്ച് പറഞ്ഞങ്ങൾ കേട്ടില്ലേ? അങ്ങാടിയിൽ പല വർത്താനം നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ എന്താ ഉത്തരം? നീ എന്റെ പെണ്ണാണല്ലോ, നീ അങ്ങനെ ചെയ്യൂ? നീ ഒരു അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടി പോകുമോ? നിന്റെ ശരീരം കൊടുക്കുവോ? അതൊക്കെയല്ല മദീന നടക്കുന്ന പ്രചാരണം. നീ അങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ല, വല്ലാഹി ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാൽ നിന്നെക്കാളും ഖൈറാണ് ആയിഷ എന്നുള്ളത് നീ ഓർത്തോ എന്ന് യഥാർത്ഥത്തിൽ പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ വേറൊരാളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കണം? ഇതാ ബലഗക അൻ അഖീക ശൈഉ തുൻകിറുഹു, നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം
നിന്റെ സഹോദരന്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ ഫൽതമിസ് ലഹു ഉദ്റൻ, നീ അവന് വേണ്ടി ഉദ്റനെ തിരയണം. വാഹിദൻ, ഒരു ഉദ്റനെ, ഇലാ 70 ഉദ്റ, 70 ഉദ്റ വരെ. ഒരുപക്ഷെ നമ്മൾ ആവർത്തിച്ച് ഈ മിമ്പറിൽ നിന്ന് കേട്ടൊരു കാര്യമായിരിക്കും ഇത്. ഞാനൊരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം. ഒരാളെ നമ്മളോട് എന്തോ ചൂടായി. അപ്പൊ എന്താ പോലെ അങ്ങനെ ചൂടാകാനെന്ന് നിലക്ക് നിൽക്കല്ലേ വേണ്ടത്. പിന്നെ മൂപ്പരെന്താ പറയുക, ഇപ്പൊ ഷുഗറും പ്രഷറൊക്കെ പ്രായം കൂടി, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആലോചിക്കുന്നത്, അങ്ങനെയാണ് ഇപ്പൊ മൂപ്പര് ഇഞ്ഞോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, മറ്റൊരോടും പറയണ്ടേ. അപ്പൊ രണ്ടാമത്തെ ഉദർ തരയണം. ഇഞ്ഞോട് മൂപ്പര് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ട് പറയാൻ, അതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ അവനോടും പറയണ്ടേ. ഇങ്ങനെ തെരഞ്ഞ് 70 ഉദരത്തും 70 ഉദരത്തിയിട്ടും ആ മനുഷ്യന് പുറത്തു കൊടുക്കാനുള്ള വകുപ്പ് കാണില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താ അറിയോ, ലഅല്ല ലഹു ഉദറൻ ലാ അരിഫുഹു, അയാൾക്ക് എന്തോ ഒരു ഉദറുണ്ട്, അത് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ്. ഈ ഒരു സ്റ്റാൻഡ് ബെഡ്റൂമിലും കുടുംബ വീട്ടിലും സ്വത്തോഹരിയിലും നമ്മുടെ ഓഫീസിലും ജോലി സ്ഥലത്തും ബസ്സിലും ട്രെയിനിലും ഒക്കെ സ്വീകരിച്ചാൽ, നമ്മളുടെ സ്റ്റാഫ് റൂമിലും ഹോസ്റ്റലിലും ഒക്കെ നമ്മൾ എടുത്താൽ, സഹോദരന്മാരെ, ജീവിതത്തിൽ സമാധാനമുള്ള ഒരു ജീവിതാന്തരീക്ഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ? സംശയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്തരം ചില ശ്രദ്ധകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുണ്ട്. ഉദർ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഹത്തിന്റെ കാര്യം പറയുന്നിടത്ത് വളരെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ സൈനികോത്തരവാദിത്വം കൊടുത്ത സർവ്വസൈനാധിപനാണ് ഉസാമ. വളരെ ചെറിയ പ്രായത്തിൽ, +2 പ്രായത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ധീരനായിരുന്നു, കടുത്ത പോരാളിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ദിവസം യുദ്ധമുന്നണിയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരാളെ അദ്ദേഹം കൊന്നു. യുദ്ധം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ഒരാൾ 2 കൈ പൊക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. അദ്ദേഹം പക്ഷെ വിട്ടില്ല, കൊന്നു കഴിഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അതെത്തി. പ്രവാചകൻ ചോദിച്ചു, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നീ അവനെ കൊന്നോ? ഉസാമ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ കാന മുതഅവ്വിദൻ മിനൽ ഖത്ൽ, അയാൾ കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തഅവ്വുദ് നടത്തിയതാണ്. അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ്. യുദ്ധമുന്നണിയിൽ നിന്ന് പോയാൽ വീണ്ടും അയാളെ പഴയ ലൈനിലായിരിക്കും. പക്ഷേ പ്രവാചകൻ ഇങ്ങനെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു, ഉസാമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞാൻ അല്ലാഹനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, ഞാൻ പടച്ചവനെ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞാൻ അവനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നീ കൊന്നു കളഞ്ഞല്ലേ. ഫകററഹാ അലയ്യ, പ്രവാചകൻ എന്നോട് അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഹത്താ തമന്നൈതു അന്നീ ലം അകുൻ അസ്ലംതു ഇല്ലാ യൗമൈദിൻ, ഈ ദിവസത്തിന് മുമ്പ് ഞാൻ മുസ്ലിം ആകാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം മുസ്ലിം ആയതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോയതുകൊണ്ട് ഞാൻ കൊന്നു കളഞ്ഞു. പ്രവാചകൻ അത്രയും വിഷമം ഉണ്ടാക്കിയത്. അപ്പോ തൗഹീദുള്ള മനുഷ്യന്മാരെ നേരെ അവര് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്നും അവര് അല്ലാത്ത ഏർപ്പാട് നടത്തുന്നവരാണെന്നും ഒക്കെ വളരെ കാഷ്വലായി പറയുന്ന ചില സഹോദരന്മാരുണ്ട്. അവർക്ക് പറ്റുന്നതൊക്കെ മനസ്സിലായില്ലേ? അതൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വേദന എത്രയായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തുന്നവർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇതെന്ന് സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊക്കെ ക്ലിയറായി ഇത്തരം വിഷയങ്ങളിൽ ജീവിതത്തിൽ ഒരു സമീപനം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കള്ളൻ കയറി. അദ്ദേഹം വന്നു നോക്കുമ്പോൾ കള്ളൻ അവിടെ ഉണ്ട്, അയാൾ പുറത്തു പോകാൻ നിൽക്കണം. അപ്പൊ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ സലാം അടക്കി. അപ്പൊ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കണം, മാ ഹസല ലക്കും ഷൈഅൻ മിനദ് ദുനിയ, എന്നിട്ട് ഇവിടുന്ന് ദുന്യാവിന് പറ്റിയതൊന്നും കിട്ടിയില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്താ ഉള്ളത് അദ്ദേഹത്തിന് അറിയാലോ. കള്ളം മൊത്തം തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഫതറഖബ് ഫീ ശൈഇൻ മിനൽ ആഖിറ, ഈ പരലോകത്തിന് പറ്റിയൊരു സാധനം ഉണ്ടെങ്കിൽ തനിക്ക് വേണോ എന്ന് ചോദിച്ചു. ഖല നഅം, അപ്പൊ കള്ളം പറയാണ് നഅം, അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തവല്ല മിൻ ഹാദൽ മർകൻ വസല്ലി റകഅതൈൻ, നീ 2 റകഅത്ത് നീ wudu ചെയ്ത് 2 റകഅത്ത് നിസ്കരിക്കുക. അപ്പൊ ആ മനുഷ്യൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോ അദ്ദേഹം ചെയ്തു, നിസ്കാരം 2 റകഅത്ത് കഴിഞ്ഞ ശേഷം മനുഷ്യനെ കൂട്ടി പള്ളിയിലേക്ക് പോയി. ആൾക്കാർ ചോദിച്ചു, ഏതാ പുതിയൊരു അതിഥി? അത് നമ്മളെ വീട്ടിൽ വന്ന ഒരാളാണ്. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. ആളെ കണ്ടപ്പോ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി ഇതാരാണ്. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ ആ സലഫുകളുടെ അത്രയൊന്നും വലിയ മാനസികാവസ്ഥയ്ക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ മനുഷ്യൻ അവിടെ അഫ്വ കൊടുക്കാനും, സ്വന്തം വീട്ടിൽ കയറിയ ആ മനുഷ്യൻ അവിടെ അഫ്വ കൊടുക്കാനും കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന കുറേയധികം പാഠങ്ങളുണ്ട്. മാത്രമല്ല, സലഫുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാചകം എന്താ അറിയോ? മുൻദു 30 സന വഅന ഫി ഇസ്തിഗ്ഫാർ മിൻ ഖൗലി മറത്തൻ അൽഹംദുലില്ലാ, ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഞാൻ പറഞ്ഞൊരു അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ എത്ര വർഷമായിട്ട്? 30 വർഷമായിട്ട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണത്? അദ്ദേഹം സംഭവം പറയാം. ബഗ്ദാദിൽ നിന്ന് എനിക്കൊരു ഗസ്റ്റ് വന്നു.
ബഗ്ദാദിൽ നിന്നൊരു മുസാഫിർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബഗ്ദാദ് ഹരീഖുൻ, അവിടെ തീപിടുത്തം ഉണ്ടായി, നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അദ്ദേഹം പറയാം, ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ചോദിച്ചില്ല, ഞാൻ എന്റെ കാര്യം മാത്രമാണ് ആലോചിച്ചത്. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ചോദിച്ചില്ല, എന്റെ കട കത്തിയിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവരുടെ കട, അതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ്. അപ്പോ നമ്മുടെ സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോനിലയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ കൃത്യതയോടുകൂടെ ജീവിച്ച ആ ഒരു ഘട്ടത്തെ കുറിച്ചാണ് നമുക്ക് ഓരോരുത്തർക്ക് ഓർക്കാനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു ലാ തഗ്താബു അൽ മുസ്ലിമീൻ. യാ മഅ്ശറൽ മുസ്ലിം യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, നാവ് കൊണ്ട് വിശ്വസിച്ച മനുഷ്യന്മാരെ, വലം യദ്ഖുലുൽ ഈമാന ഖൽബ, ഹൃദയത്തിലേക്ക് ഈമാൻ ചെല്ലാത്ത മനുഷ്യന്മാരെ, ലാ തഗ്താബു അൽ മുസ്ലിമീൻ, നിങ്ങൾ വിശ്വാസികളെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ ഗീബത്ത് പറയരുത്. വലാ തതബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ തെരഞ്ഞ് നിങ്ങൾ നടക്കുകയും ചെയ്യരുത്. മനുഷ്യന്മാരുടെ ന്യൂനതയും തെരഞ്ഞ്, കുറവും കുഴപ്പവും തെരഞ്ഞ് നടക്കുന്നവരെ, നിങ്ങളുടെ കുറവും കുഴപ്പവും പടച്ചവൻ അത് പിന്തുടരുകയും നിങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. എന്താ, ഒരാളുടെ ഔറാത്ത്, ഒരാളുടെ ന്യൂനതകൾ പടച്ചവൻ തരാൻ തുടങ്ങിയ അവന്റെ വീട്ടിൽ അവൻ അവഹേളിതനാകും എന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ അവരെ കുറിച്ച് കമന്റ് പറയും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യമായിട്ട് ഇതൊക്കെ ഉണ്ടാണ് 2-3 പേരാണ് ഇത്. ഒരു പെണ്ണ് അവിടുന്ന് ഇങ്ങനെ അടിച്ചോരി എത്തും, മറ്റേ പെണ്ണ് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചോരി എത്തും. ഇങ്ങനെ എല്ലാവരും കൂടി കൂടുന്ന ഒരു കോർണർ ഉണ്ടാവും. മിക്കവാറും 5-6 വീടുള്ള അവിടെ ഉണ്ടാവും. അവിടെ നെമീമത്ത് കോർണർ രൂപപ്പെടും. അവിടെ അയലോക്കവും അപ്പുറം കംപ്ലീറ്റ് ചർച്ച ചെയ്യും. അതേപോലെ നമ്മൾ പീഡിയ കൊലായികൾ, പാർട്ടി ഓഫീസുകൾ, ഓവാലങ്ങൾ, ഇങ്ങനെ പലയിടത്തും ഇത് വളരെ വ്യാപകമാണ്. ഇത് വളരെ വ്യാപകമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുത്ത് ജീവിതത്തിൽ തിരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നോക്കൂ, നിങ്ങൾ ഇതിന്റെയൊക്കെ ചില പരിഹാരങ്ങൾ വളരെ കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ഫ വഇൽമിൻ ലാ യൻഫ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. പ്രത്യേകമായ പ്രാർത്ഥനയാണ്. നമ്മൾ വലിയ ഏട് കൊടുക്കും, 333, 556 അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ പിൽക്കാലത്ത് കെട്ടിക്കൂട്ടിണ്ടാക്കിയ സാധനമാണ്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പവർഫുൾ ആയ ദിക്റുകളുണ്ട്. ശരീരത്തിൽ, മനസ്സിൽ, സമൂഹത്തിൽ, ചിന്തയിൽ അത് വിപ്ലവങ്ങൾ ഉണ്ടാക്കും. ഇത് ഉള്ളിലേക്ക് എടുത്ത് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹു എന്റെ നഫ്സിനെ നീ തഖ്വനെ കൊണ്ടാ, വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ, നീ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ടാ, നീയാണ് ശുദ്ധീകരിക്കുന്നവൻ. അൻത വലിയുഹ വമൗലാഹ, നീയാണ് അതിന്റെ രക്ഷാധികാരി, അതിന്റെ ഉടമസ്ഥൻ. എന്റെ നഫ്സിന്റെ ഉടമസ്ഥൻ നീയാണ്, മനസ്സിന്റെ ഉടമസ്ഥൻ നീയാണ്. ഇനി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ശ, ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, വമിൻ നഫ്സിൻ ലാ തശ്ബ വഇൽമിൻ ലാ യൻഫ വദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന്, എങ്ങനെയൊക്കെയാണെങ്കിലും വ്യാമോഹങ്ങൾ അടങ്ങാത്ത മനസ്സിൽ നിന്ന്, ആർത്തി അടങ്ങാത്ത മനസ്സിൽ നിന്ന്, അതുപോലെ തന്നെ ഉപകാരപ്പെടാത്ത വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വഅൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ ഫമൗലാഹ. അല്ലെ, ഈ വചനങ്ങളിലൂടെ, വരികളിലൂടെ അങ്ങനെ പോയി അർത്ഥറിഞ്ഞ് ഇങ്ങനെ ചൊല്ലിയ നമ്മൾ നേരാകണ്ട്. കാരണം കൽബിനെ ശരിയാക്കി തരേണ്ടത് പടച്ചവനാണ്. അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് ഹൃദയം. അതവൻ ഞൊടിക്കുമ്പോൾ മനുഷ്യൻ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മറ്റുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടടുത്ത് മാത്രം ഇടപെടുക, മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക, ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടടുത്ത് മാത്രം സംസാരിക്കുക, ഒരു കാര്യം കേട്ട് അതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ പോകാതിരിക്കുക. അതിന്റെ സാഹചര്യ സന്ദർഭമൊക്കെ വേറെ പലതായിരിക്കും. അതുകൊണ്ട് സൂഖുൽ തന്നെ, ഒരാളെ പറ്റിയുള്ള മോശമായ ചിന്തകളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, തുടർച്ചയായ പഠനം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പും ഒരു കരുതലുണ്ട്. ജീവിതത്തിൽ കുറെ വെളിച്ചങ്ങൾ നമുക്ക് കിട്ടും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസിഗു അൻഹാ ഇല്ലാ ഹാലികു എന്നാണ്. വല്ലാത്തൊരു പ്രയോഗമാണ്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഞാൻ നിങ്ങളെ തെളിഞ്ഞ ഒരു വഴിയിലാണ് ഉപേക്ഷിക്കുന്നത്. ആ വഴിയുടെ പ്രത്യേകത എന്താ? ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് പോലും പകൽ പോലെ പ്രകാശമാനമാണ്. ഇസ്ലാമിൽ എല്ലാ വിഷയത്തിലും നല്ല ക്ലാരിറ്റി ഉണ്ട്. ജീവിതത്തിലെ നിസ്കാരത്തിലും നോമ്പിലും ദിക്റിലും ദുആയിലും മാത്രം ഒതുക്കേണ്ടതല്ല ഇസ്ലാം. ഇസ്ലാം സമഗ്രമായി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വരേണ്ടതാണ്.
നമ്മുടെ അങ്ങാടിയിലെ പെരുമാറ്റത്തിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യയുമായുള്ള ഇടപെടലിൽ, മക്കളുമായുള്ള പെരുമാറ്റത്തിൽ ഓരോന്നിലും ഇസ്ലാമുണ്ട്. ഓരോന്നിലും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടിലൊരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ ആ സംഭവവികാസത്തോടുള്ള പ്രതികരണത്തിൽ ഒക്കെ ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം കിട്ടണമെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത് പ്രധാനമാണ്. ഖുർആൻ പഠിക്കുന്ന ആളുകളായി മാറുക എന്നുള്ളത്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചു. പഠിച്ചോനെ, എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചു, അവരിത് പരിഗണിച്ചില്ല. ഈ അവഗണന എന്താണ് എന്ന് പണ്ഡിതന്മാർ ഇങ്ങനെ എണ്ണുന്നുണ്ട്. 1, 2, 3, 4 ഇങ്ങനെ എണ്ണുന്നുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് എന്റെ അടുത്ത് കാണാം, അവരതിന്റെ അർത്ഥം പഠിക്കാനും അതിന്റെ ആശയം പഠിക്കാനും തയ്യാറായില്ല. അതാണ് അവഗണന. അവരതിൽ ആലോചിച്ചില്ല, തദബ്ബുർ ഉണ്ടായില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ഖുർആനിക വചനങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ അടിസ്ഥാനപരമായി തിരുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പഠനം വേണം. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു ശരിയായ വിശ്വാസിയായി ജീവിച്ച് മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്ന കാര്യങ്ങൾ, അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അവരറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറിയണേയില്ല. ഞാനിപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും വെട്ടത്തൂർ ജംഗ്ഷനിൽ ആരും കേൾക്കാത്ത മാതിരിയാണ് ശരിക്കും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അവര് ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ അറിയാതെ തലയൊക്കെ കയറ്റുന്നുണ്ട്. ഒരു സിസ്റ്റമാണ്. ഒരു കാര്യം നമ്മളിങ്ങനെ പല ആംഗിളിൽ നിന്ന്, പലയിടത്തുനിന്ന്, പല രൂപത്തിൽ ഒരേ കാര്യം ഇങ്ങനെ കേട്ടാൽ എന്ത് ചെയ്യും? അത് നമ്മളെ നിലപാടായി മാറിയിട്ടുണ്ടാവും. നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നമ്മളെ നിലപാടായി മാറിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശക്തമായി അഭിമുഖീകരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ കേരള യൂത്ത് കോൺഫറൻസ് എന്നുള്ള പേരിൽ ഒരു വലിയ സംരംഭം അടുത്ത 9-10 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വാഹനം പുറപ്പെടുന്നുണ്ട്. കുറെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി പോകുന്നുണ്ട്, 11-ാം തീയതി പോകുന്നുണ്ട്. ബസ് ഏർപ്പെടുത്തി പോകുന്നത് 11-ാം തീയതിയാണ്. 10-ാം തീയതി ഇവിടുത്തെ പ്രൈവറ്റ് വാഹനങ്ങളിലായിരിക്കും ആളുകൾ പോവുക. അപ്പൊ അത് അത്തരം ഒരു സെഷനിൽ നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ ഒരു 18 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളാണ് അത് പ്രത്യേകം രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട മെസ്സേജുകളാണ് നമ്മൾ അതിലൂടെ കൈമാറുന്നത്. അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ അത് അവർക്ക് പരീക്ഷയാണ്, അവർക്ക് അതാണ് ഒരു 48 മണിക്കൂർ, ഒരു 5-6 മണിക്കൂറാണ് അവരുടെ ടോട്ടൽ പഠനത്തിൽ നിന്ന് നഷ്ടപ്പെടുക. അതൊരു ഭയങ്കര വിഷയമായിട്ട് എടുക്കുമ്പോൾ തന്നെ അവരുടെ സിലബസ്, അവരുടെ ടീച്ചേഴ്സ്, അവരുടെ ചുറ്റുപാടൊക്കെ അങ്ങനെയാണ്. ഏറ്റവും ലാസ്റ്റ് നടന്ന NSS ക്യാമ്പിൽ, ഏറ്റവും ലാസ്റ്റ് നടന്ന ക്ലസ്റ്റർ ട്രെയിനിങ്ങിൽ അറബി അധ്യാപകരുടെ ട്രെയിനിങ്ങിലേക്ക് വന്നില്ല. പക്ഷെ അല്ലാത്ത പലരുടെയും ട്രെയിനിങ്ങിലൊക്കെ അധ്യാപകർക്ക് കൊടുക്കാൻ ശ്രമിച്ചത് വളരെ തെറ്റ്. ആണും പെണ്ണും കുടുംബ ബന്ധത്തിൽ ജീവിക്കുന്ന, കല്യാണം കഴിക്കുന്ന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പരിപാടി ശാസ്ത്രീയാണെന്നും അങ്ങനത്തെ ഒരു വിഭാഗത്തിന് വേണ്ടി വാദിക്കണമെന്നും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്തേക്ക് ഇവിടുത്തെ സിലബസുകൾ വരെ എത്തുന്നിടത്ത് നമ്മളുള്ളത് നിസ്സഹായരാണ് യഥാർത്ഥത്തിൽ. അവിടെ ചില റോളുകൾ ശക്തമായി നിർവഹിക്കണം, തിരിച്ചു കൊണ്ടുവരണം, ബോധ്യപ്പെടുത്തണം. ജസ്റ്റ് ചെറിയ സമയം കൊണ്ട് പൊളിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. അതിന് വ്യക്തിപരമായ മാനസികമായ ഐക്യദാർഢ്യം ഉണ്ടാവണം. അതിനെ സാമ്പത്തികമായി സഹായിക്കണം എന്നൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. കലിമത്ത് തൗഹീദിന്റെ വാഹകരാകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, اللهم اغفر للمؤمنين والمؤمنات، اللهم انصر المجاهدين في كل مكان، اللهم انصر المجاهدين في كل مكان. ربنا اتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين وصلى الله عليه وسلم.